ഹലോ. അപ്പോൾ ഇന്ന് മുട്ട ബുർജിയും ആവി വെച്ച ബ്രെഡുമാണ് തയ്യാറാക്കുന്നത്. പിന്നെ ആവി വെച്ച ബ്രെഡ് തയ്യാറാക്കാൻ വലിയ പണിയൊന്നുമില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. ജസ്റ്റ് ഒന്ന് ഇഡ്ഡലിത്തട്ടിൽ വെച്ച് ആവി കൊള്ളിച്ചാൽ മാത്രം മതി. പിന്നെ മുട്ട ബുർജി ഉണ്ടാക്കുന്ന ഇച്ചിരി പണിയുണ്ട്. ഇച്ചിരി പണി എന്ന് പറയുമ്പോഴത്തേക്ക് വെജിറ്റബിൾസ് ചെറുതായിട്ട് കുനുകുനാന്ന് പറഞ്ഞ് അരിഞ്ഞെടുക്കണം. അതാണ് മെയിൻ പണി. ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് നമ്മുടെ സവോള, ക്യാരറ്റ്, തക്കാളി, ക്യാബേജ്, പച്ചമുളക്, ഒരു കഷ്ണം പച്ചമുളക് കൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്രയും കൂടെ നമ്മൾ എണ്ണയും നല്ലതായിട്ട് വെളിച്ചെണ്ണ നല്ലതായിട്ട് വഴറ്റി എടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലയും കൂടി ഇട്ട് വഴറ്റുന്നുണ്ട്. നല്ലതായിട്ട് തന്നെ വഴറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് നല്ലതായിട്ട് തന്നെ ആ പച്ചമണം പോകുന്നിടം വരെ ഞാൻ നല്ലതായിട്ട് തന്നെ വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ളതെന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ മുട്ടയാണല്ലോ. അപ്പം നമ്മുടെ വീട്ടിൽ ആകെ ഉള്ളത് 3 പേരാണ്. അപ്പം ഒരു 4 മുട്ട എടുത്തിട്ടാണ് ഞാൻ ഇത് റെഡിയാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇച്ചിരി ഏറെ ക്വാണ്ടിറ്റി നമുക്ക് വേണമല്ലോ ഉണ്ടാക്കി എടുക്കുമ്പോഴത്തേക്ക്. വെജിറ്റബിൾസ് ഇത്ര ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി 4 മുട്ട എടുത്താലേ ആ ഒരു ടേസ്റ്റ് കാര്യങ്ങൾ ഇച്ചിരി മുട്ടയുടെയും കൂടി ഇച്ചിരി ഏറെ കൂടി നിൽക്കത്തുള്ളൂ. അപ്പം ഞാൻ മുട്ടയും കൂടെ 4 എടുത്തിട്ട് റെഡിയാക്കുന്നുണ്ട്. അപ്പം മുട്ട നല്ലപോലെ ചിക്കി ചെറുതായിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ബ്രെഡും തയ്യാറായിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ നാളെ കാണാം. ബായ്.